Radio Line News Update. Brought to you by Joy Alucas, world's favorite jeweler. London നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം 1 and 2 Carlton Terrace, Green Street, London. നമസ്കാരം. ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. വൻതോതിലുള്ള ബഡ്ജറ്റ് ബൂസ്റ്റിന്റെ ഭാഗമായി ലണ്ടൻ മാതൃകയിലുള്ള ബസ്സുകൾ രാജ്യവ്യാപകമായി വിതരണം ചെയ്യുന്നതിനായി ഏകദേശം £1 ബില്യൺ ഫണ്ടിംഗ് നൽകുമെന്ന് സർക്കാർ വാഗ്ദാനം ചെയ്യുന്നു. ഡിപ്പാർട്ട്മെന്റ് ഫോർ ട്രാൻസ്പോർട്ട് കഴിഞ്ഞ മാസം ധനസഹായം പ്രഖ്യാപിച്ചതിന് ശേഷം 2025 പദ്ധതികളെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ലണ്ടൻ മാതൃകയിലുള്ള സേവനങ്ങൾ രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും എത്തിക്കുമെന്ന് വാഗ്ദാനം ചെയ്തു. കൂടാതെ മുൻ വർഷങ്ങളിലെ പോലെ നിക്ഷേപത്തിനായി പ്രദേശങ്ങളെ മത്സരിപ്പിക്കുന്നതിന് പകരം ദാരിദ്ര്യത്തിന്റെയും ജനസംഖ്യയുടെയും നിലവാരത്തെ അടിസ്ഥാനമാക്കി ഫണ്ട് അനുവദിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കുന്നു. ലെസ്റ്റർ, ഐൽ ഓഫ് വൈറ്റ്, ടോർബേ, സൗത്ത്ഹൻ, കേംബ്രിഡ്ജ്ഷെയർ, പീറ്റർബറോ എന്നിവയ്ക്ക് അഭൂതപൂർവമായ ഫണ്ടിംഗ് ലഭിക്കുമെന്ന് DFT ചൂണ്ടിക്കാട്ടുന്നു. മൊത്തത്തിൽ പ്രാദേശിക അധികാരികൾക്ക് സേവനങ്ങൾ മെച്ചപ്പെടുത്താൻ £712 മില്യൺ, ബസ് ഓപ്പറേറ്റർമാർക്ക് £243 മില്യൺ ലഭിക്കും. ഇംഗ്ലണ്ടിലെ ഏകദേശം 3.4 ദശലക്ഷം ആളുകൾ ബസ്സിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്നുവെന്നും ഇത് ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന പൊതുഗതാഗത മാർഗമായി മാറുന്നുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. എല്ലാ ഇംഗ്ലീഷ് പ്രദേശങ്ങളിലെയും പ്രാദേശിക അധികാരികൾക്ക് പുതിയ ബസ് റൂട്ടുകൾ അവതരിപ്പിക്കാനും സർവീസുകൾ കൂടുതൽ ഇടയ്ക്കിടെ നടത്താനും നിർണായക റൂട്ടുകൾ സംരക്ഷിക്കാനും കഴിയുമെന്നും DFT ചൂണ്ടിക്കാട്ടുന്നു. കോവിഡ് മഹാമാരിയുടെ സമയത്ത് ലോകമെങ്ങും ഭയപ്പെട്ടു നിന്നപ്പോഴും സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ഉറക്കമൊഴിച്ച് ആതുര ശുശ്രൂഷ ചെയ്ത നഴ്സുമാർ, അവർക്ക് ആദ്യകാലത്ത് മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ പോലും പലർക്കും കിട്ടാത്തത് കാരണം ജീവൻ പോലും നഷ്ടമായിരുന്നു. മറ്റുള്ളവരാകട്ടെ ലോങ് കോവിഡ് ബാധിച്ച് ആരോഗ്യ വെല്ലുവിളി നേരിടുകയും ചെയ്തു. പ്രതിസന്ധിയുടെ കാലഘട്ടമായിരുന്നു ആ ഒരു കാലഘട്ടം. കോവിഡ് കേസുകളുടെ എണ്ണം അന്ന് കൂടുന്നതിനനുസരിച്ച് പലർക്കും അധിക ഷിഫ്റ്റുകളും 12 മണിക്കൂറിലധികം ജോലികളും ചെയ്യേണ്ട സമയവും ഉണ്ടായിരുന്നു. മറ്റ് മേഖലകളിൽ ജോലി ചെയ്തിരുന്നവർക്ക് വർക്ക് ഫ്രം ഹോമിന്റെ സംരക്ഷണത്തിൽ നിന്നപ്പോൾ യുദ്ധമുഖത്തെ മുൻനിര പോരാളികൾ തന്നെയായിരുന്നു നേഴ്സുമാർ എന്നതും മനസ്സിലാക്കണം. നേഴ്സുമാർ ഇതൊക്കെ അനുഭവിക്കലും ജോലിയുടെ ഭാഗമായി ലോങ് കോവിഡ് ബാധിച്ചവർക്ക് UK സർക്കാർ ധനസഹായം ഒന്നും ഇനിയും ലഭിക്കുന്നില്ലെന്ന കടുത്ത ആക്ഷേപവും പരാതിയുമാണ് ഉന്നയിക്കപ്പെടുന്നത്. പാൻഡമിക്കിന്റെ സമയത്ത് ലോങ് കോവിഡ് ബാധിച്ച ആയിരക്കണക്കിന് നേഴ്സുമാർക്കും മറ്റ് ആരോഗ്യ പ്രവർത്തകർക്കും ഉള്ള സാമ്പത്തിക ധനസഹായം യഥാസമയം നൽകണമെന്ന് റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് ആവശ്യപ്പെട്ടു. ഇൻഡസ്ട്രിയൽ ഇഞ്ചറീസ് ആൻഡ് അഡ്വൈസറി കൌൺസിൽ ലോങ് കോവിഡിനെ ഒരു തൊഴിലിനോട് അനുബന്ധിച്ചുള്ള രോഗമായി പരിഗണിക്കണമെന്ന് 2 വർഷം മുമ്പ് ശുപാർശയും ചെയ്തിരുന്നു. എന്നാൽ ഇൻഡസ്ട്രിയൽ ഇഞ്ചറീസ് ആൻഡ് ഡിസേബിൾമെന്റ് ബെനിഫിറ്റുകൾ ആക്സസ് ആനുകൂല്യത്തിനായി അപേക്ഷിക്കാൻ ഇപ്പോഴും നഴ്സുമാർക്ക് സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം. IIDBയിൽ 70-ലധികം രോഗങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിലും കോവിഡ് ഇപ്പോഴും ലിസ്റ്റ് ചെയ്യുന്നില്ല. ഇതാണ് ജീവനക്കാർക്ക് സാമ്പത്തിക ധനസഹായം ലഭിക്കുന്നതിന് തടസ്സമെന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നു. ലോങ് കോവിഡ് കാരണം പല ആരോഗ്യ പ്രവർത്തകരും ജോലിയിൽ നിന്ന് നേരത്തെ വിരമിക്കുന്ന സാഹചര്യവും ഉണ്ടായി. ഇത്തരക്കാർ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നതെന്നും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. UK യൂത്ത് പാർലമെന്റ് അംഗമായി കൊല്ലം കുണ്ടറ സ്വദേശിനി അംന സഫ തടത്തിലിനെ തിരഞ്ഞെടുക്കപ്പെട്ടു. സ്കോട്ട്ലൻഡ് ലോത്തിയാൻ ഡിവിഷനിൽ നിന്നാണ് അംന വിജയിച്ചത്. കണ്ടറ ഇളമ്പള്ളൂർ തടത്തിൽ വീട്ടിൽ തടത്തിൽ അൻസാറിന്റെയും മലപ്പുറം നിലമ്പൂർ പാത്താർ പൂക്കോടൻ ഉമറയത്തിന്റെയും മകളാണ് അംന. നിലവിൽ സ്കോട്ട്ലൻഡ് യൂത്ത് പാർലമെന്റ് അംഗവും വിദ്യാഭ്യാസ സബ് കമ്മിറ്റി അംഗവുമാണ് അംന. ഇംഗ്ലണ്ട്, വെയിൽസ്, നോർത്തേൺ അയർലൻഡ് എന്നിവിടങ്ങളിൽ പൊതു തെരഞ്ഞെടുപ്പിലൂടെയും സ്കോട്ട്ലൻഡിൽ യൂത്ത് പാർലമെന്റ് അംഗങ്ങളിൽ നിന്ന് വോട്ടെടുപ്പിലൂടെയുമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. 203 മണ്ഡലങ്ങളിൽ നിന്ന് വോട്ടെടുപ്പിലൂടെയും വിവിധ വിഭാഗങ്ങളിൽ നിന്ന് നോമിനേറ്റ് ചെയ്തും UKയിൽ സ്ഥിര താമസക്കാരായ 11-നും 18-നും ഇടയിൽ പ്രായമുള്ള 300 പേരെയാണ് അംഗങ്ങളായി തിരഞ്ഞെടുത്തത്. ഇനി നാട്ടിലെ വാർത്തകൾ. ശബരിമല ഭക്തജന തിരക്കേറി. വൈകിട്ട് നട തുറന്നപ്പോൾ ഭക്തരുടെ നീണ്ട നിരയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലും ഫ്ലൈ ഓവറും നടപ്പന്തലും നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. രാവിലെ നട തുറന്നപ്പോൾ സന്നിധാനത്ത് കാര്യമായ തിരക്കില്ലെങ്കിലും വൈകിട്ട് തിരക്ക് വർദ്ധിക്കുകയായിരുന്നു. തിരക്ക് നിയന്ത്രിക്കാൻ സന്നിധാനത്ത് എല്ലാ ക്രമീകരണങ്ങളും പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിരക്കിൽ വരി നിൽക്കുന്നവർക്കായി ശരംകുത്തി മുതൽ സന്നിധാനം വരെ കുടിവെള്ളവും ബിസ്ക്കറ്റും നൽകി വരുന്നുണ്ട്. ഇന്ന് 70,000 പേരാണ് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിരിക്കുന്നത്. അതേസമയം 2 കാനന പാതകളും തുറന്നുകൊടുത്തു. എരുമേലി വഴി പമ്പയിലേക്കും പുല്ലുമേട് വഴി സന്നിധാനത്തേക്കുമുള്ള പാതകളാണ് തുറന്നത്. ഇതുവഴിയും ഭക്തരെത്തി തുടങ്ങി. ശബരിമല സന്നിധാനത്തെത്തുന്ന മുതിർന്ന അയ്യപ്പന്മാർക്കും മാളികപ്പുറങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും അംഗപരിമിതർക്കും പ്രത്യേക പരിഗണന ലഭ്യമാണ്. വലിയ നടപ്പന്തലിൽ ഒരു വരി അവർക്കായി ഒഴിച്ചിട്ടുണ്ട്. കൂടാതെ 18-ാം പടി കയറിയെത്തുമ്പോൾ ഇവരെ ഫ്ലൈ ഓവർ വഴിയല്ലാതെ നേരിട്ട് ദർശനത്തിന് അനുവദിക്കുന്നുമുണ്ട്. കൊച്ചുകുട്ടികൾക്കൊപ്പം മുതിർന്ന ഒരാളെയും നേരിട്ട് ദർശനത്തിനായി കടത്തിവിടുന്നുമുണ്ട്. ഇക്കാര്യങ്ങൾ അറിയാത്ത പലരും ഫ്ലൈ ഓവർ വഴിയും പോകാറുണ്ട്. സംഘമായി എത്തുന്ന ഭക്തർ കൂട്ടം തെറ്റിപ്പോകുമോ എന്ന ഭയത്താൽ പലപ്പോഴും ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ അയ്യപ്പന്മാർ മടിക്കുന്നുമുണ്ട് എന്ന് പോലീസ് അറിയിച്ചു. ചോറൂണിനുൾപ്പെടെയുള്ള കൊച്ചുകുട്ടികളുമായി ഒട്ടേറെ ഭക്തരാണ് സന്നിധാനത്തിൽ എത്തുന്നത്.
18ാം പടി കയറുന്ന അവസരത്തിലും കുഞ്ഞുങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും പ്രായമായവർക്കും പോലീസ് ഇവർക്ക് പ്രത്യേക ശ്രദ്ധയും നൽകുന്നു. സിവിൽ പോലീസ് തസ്തികയിൽ പ്രതീക്ഷിത ഒഴിവുകൂടി കണ്ട് 2043 പേരെ കൂടി നിയമിക്കുന്നു. പല ജില്ലകളിലും നിയമന ശുപാർശ അയച്ചു തുടങ്ങിയതായി PSC അറിയിക്കുന്നു. 2025 ജൂൺ വരെ ഉണ്ടാകുന്ന വിരമിക്കൽ ഒഴിവുകൾ കണക്കാക്കിയാണ് CPO പരിശീലനത്തിന് ഇത്രയും പേരെ നിയമിക്കുന്നത്. 9 മാസത്തെ പരിശീലനത്തിന് ശേഷമാകും ഇവരുടെ നിയമനം. 2024 PSC നിയമന ശുപാർശകളുടെ എണ്ണം 30,000 കടന്നു. ഇതുവരെയുള്ള കണക്കനുസരിച്ച് 30,363 പേർക്കാണ് ഇക്കാലയളവിൽ വിവിധ തസ്തികകളിലേക്ക് നിയമന ശുപാർശ അയച്ചത്. രോഗിയുമായി പോയ ആംബുലൻസിന് വഴി നൽകാതെ വട്ടം കറക്കിയ കാറുടമയ്ക്ക് മോട്ടോർ വാഹന വകുപ്പ് വീട്ടിലെത്തി ലൈസൻസ് റദ്ദ് ചെയ്തു. 2.5 ലക്ഷം രൂപ പിഴ ഈടാക്കുക മാത്രമല്ല ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. ഗുരുതരാവസ്ഥയിൽ രോഗിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ഡ്രൈവർ പലതവണ ഹോൺ മുഴക്കിയിട്ടും കാർ ഡ്രൈവർ വഴി നൽകാൻ തയ്യാറായില്ല. തിരുവനന്തപുരത്താണ് ഈ സംഭവം. ആംബുലൻസ് ഡ്രൈവർ കാറുടമയുടെ മോശം പെരുമാറ്റം മൊബൈൽ ഫോണിൽ പകർത്തിയതോടെയാണ് വിഷയത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ഇടപെട്ടത്. AI ക്യാമറ നിയമലംഘനങ്ങൾക്ക് പിഴയടിച്ചത് പിരിഞ്ഞു കിട്ടാനുള്ളത് 374 കോടി രൂപ. നിയമലംഘനങ്ങൾ കണ്ടെത്തിയ 89 ലക്ഷം കേസിൽ നോട്ടീസ് അയച്ചതിൽ 33 ലക്ഷം നോട്ടീസാണ് പിഴയടച്ചത്. വീണ്ടും നോട്ടീസ് അയച്ചു തുടങ്ങിയതോടെ പിഴത്തുക ഇനിയും ഉയരും. കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതലാണ് AI ക്യാമറ പ്രവർത്തനം തുടങ്ങിയത്. 2024 ജൂലൈ വരെ നിയമം ലംഘിച്ച വാഹന ഉടമകളിൽ 89 ലക്ഷം പേർക്ക് നോട്ടീസ് അയച്ചു. എന്നാൽ ഇതിൽ 33 ലക്ഷം നോട്ടീസിലാണ് പിഴ അടച്ചത്. 467 കോടി രൂപയുടെ പിഴത്തുകയിൽ വെറും 93 കോടി രൂപ മാത്രമാണ് പിഴയായി അടച്ചത്. ഇനി 374 കോടി രൂപ വാഹന ഉടമകൾ പിഴയായി അടയ്ക്കാനുണ്ട്. കൂടുതലും ഹെൽമറ്റ്, സീറ്റ് ബെൽറ്റ് ധരിക്കാത്തവയാണ് കേസുകൾ. ഇനി സ്പോർട്സ് വാർത്തകൾ. 10 മത്സരങ്ങൾ പിന്നിട്ടിട്ടും ഒന്നിൽ പോലും ജയിക്കാൻ ബ്ലൂ ടൈഗേഴ്സിനായില്ല. ഈ കൊല്ലത്തെ അവസാന പോരാട്ടത്തിന് ഇന്ത്യ ഇന്ന് ഇറങ്ങുന്നു. GMC ബാലയോഗി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 നടക്കുന്ന സൗഹൃദ മത്സരത്തിൽ മലേഷ്യയാണ് എതിരാളികൾ. പുതിയ പരിശീലകൻ മെനാലോ മാർക്കോസിന് കീഴിൽ ഇന്ത്യ കളിക്കുന്ന 4ാമത്തെ മത്സരമാണിത്. ഇന്റർ കോണ്ടിനെന്റൽ കപ്പിൽ സിറിയയോട് കനത്ത തോൽവി ഏറ്റുവാങ്ങി കിരീടം നഷ്ടമായതിന് പിന്നാലെ വിയറ്റ്നാമിനെതിരായ സൗഹൃദ മത്സരം സമനിലയിലായി. സുനിൽ ഛേത്രിയുടെ വിരമിക്കൽ ഉണ്ടാക്കിയ വിടവ് നികത്താൻ ഇനിയും ഇന്ത്യക്ക് ആയിട്ടില്ല. പ്രതിരോധത്തിലെ കുന്തമുന സന്ദേശ് ജിങ്കാൻ 10 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ടീമിൽ തിരിച്ചെത്തിയത് വലിയ ആശ്വാസമാണ്. ലെഫ്റ്റ് ബാക്ക് ജയ് ഗുപ്തയും ടീമിനൊപ്പം ചേർന്നു. മുന്നേറ്റ നിരയിൽ നിന്ന് വിക്രം പ്രതാപ് സിംഗും മധ്യനിരയിൽ നിന്ന് അനിരുദ്ധ് ഥാപ്പയും പ്രതിരോധത്തിൽ നിന്ന് ആകാശ് സാങ്വാനും ആശിഷ് റായും പരിക്കേറ്റ് പിൻവാങ്ങിയത് ആശങ്ക ഉയർത്തുന്നു. ഞായറാഴ്ച വെംബ്ലിയിൽ നടന്ന ഇടക്കാല മാനേജർ ലീഗ് കാഷ്ലിയുടെ ചുമതലയുള്ള അവസാന മത്സരത്തിൽ 10 പേരടങ്ങുന്ന അയർലൻഡിനെ 5-0 തോൽപ്പിച്ച് ഇംഗ്ലണ്ട് നേഷൻസ് ലീഗിന്റെ 1ാം നിരയിലേക്ക് സ്ഥാനക്കയറ്റം നേടി. ആദ്യ പകുതിയിൽ അയർലൻഡ് ഇംഗ്ലണ്ട് ടീമിനെ അനങ്ങാൻ സമ്മതിച്ചിരുന്നില്ല. എന്നാൽ 2ാം പകുതിയിൽ ജൂഡ് ബെല്ലിംഗ്ഹാമിനെ ഫൗൾ ചെയ്തതിന് ലിയാം സ്കെയിൽസ് ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായതിനു ശേഷം ഇംഗ്ലണ്ട് ടീമിന്റെ സംഹാര താണ്ഡവം അണയ്ക്കാൻ അയർലൻഡിന് കഴിഞ്ഞതുമില്ല. ഫൗൾ മൂലം ലഭിച്ച പെനാൽറ്റി വലയിൽ എത്തിച്ചുകൊണ്ട് ഹാരി കെയ്നാണ് ഇംഗ്ലണ്ട് ടീമിന്റെ ആദ്യ ഗോൾ അടിച്ചത്. ആന്റണി ഗോൾഡന്റെ വോളിയും കോണോർ ഗല്ലഗറിന്റെ ടാപ്പിൻ ഗോളും കൂടി ആയതോടെ 2ാം പകുതിയിൽ 10 മിനിറ്റ് പിന്നിട്ടപ്പോഴേക്കും എതിർനിര തോൽവി സമ്മതിച്ച് കഴിഞ്ഞിരുന്നു. ജെറോഡ് ബോവൻ, അരങ്ങേറ്റക്കാരൻ ടൈലർ ഹാവുഡ് ബെല്ലിഷ് എന്നിവരാണ് ഇംഗ്ലണ്ടിന് വേണ്ടി 4ഉം 5ഉം ഗോളുകൾ കരസ്ഥമാക്കിയത്. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 106.61 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. റേഡിയോ ലൈം.